വികൃതി കുട്ടി. അപ്പൂപ്പൻ തടി തിന്നാനുള്ളതാ. നീ എന്നേ അപ്പോഴേക്കും പിണങ്ങിയോ വികൃതി കുട്ടി? ബാ. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം. മോളെ, കുറച്ച് വെള്ളം കുടിക്കാൻ. അച്ഛാ വെള്ളം ചോദിക്കണോ? ആരാ മോളെ? ധർമ്മക്കാരനാ. എടുത്തു കൊടുക്ക്. ഇപ്പൊ തരാട്ടോ. വാവ കാന്റീൻകാരിലേക്ക് വരണ്ട, ഞാൻ പോയി എടുത്തോണ്ട് വരാം.
വാവേ 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 അച്ഛാ അച്ഛാതെ വാവേ കാണാനില്ല. വാവേ 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 എന്താ മോളെ? അച്ഛ വാവേ കാണാനില്ല. വാവേ മോളെ വാവേ 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 അച്ഛാ മോളെ വാവ മോളെ വാവേ മോളെ വാവേ മോളെ വാവേ മോളെ വാവേ വാവേ മുരളി നീ എന്താ നേരത്തെ പോന്നേ? ഞാൻ നിന്നെ തിരക്കി വീട്ടിൽ വന്നായിരുന്നു. കാലമത്തയുടെ ഗ്രഹപാഠം ചെയ്തോ? അതിനെന്നെ ഞാനും തിരക്കിയേ. ഗൃഹപാഠം ചെയ്തില്ലെങ്കിൽ ആ കാലമത്തെ നമ്മളെ കൊല്ലും. നമുക്ക് ഉണ്ണിയുടെ കോപ്പി അടിക്കാം. ആ മത്തേക്ക് നമുക്ക് കാണിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. അവന് പേരൊക്കെ കൊടുക്കാത്ത ചുരുക്കുണ്ട്. സാരമില്ല, നമുക്ക് അവന് പേരൊക്കെ കൊടുക്കാം. എന്നിട്ടും കാണിച്ചൊന്നുമില്ലെങ്കിൽ എന്തേറെ പണിയൊക്കെ ഉണ്ട്. 11,112 അധികം എത്ര? 11,112 അധികം 8,344 സമം 19,456. 1,00,000 എത്ര 10? 10,000. 1,00,000 എത്ര 100? 1000. 1,00,000 എത്ര 1000? 100. ഉണ്ണി ഉണ്ണി ഞാൻ കൂടെ ഒന്ന് കാണിച്ചതാ ഉണ്ണി. ഒറ്റ പ്രാവശ്യം കാണിച്ചതാ മതി. ഇല്ല കാണിച്ചു തരില്ല. കാണിച്ചു കൊടുക്കലേ ഉണ്ണി. ഈ പുന്നൂസ് കൊണ്ടുവന്ന പേരൊക്കെയാണോ? അയ്യേ, ആ തീട്ടപ്പുറവിൽ പറിച്ച. ചുമ്മാതെ ഉണ്ണി പോടാ കളെ. കണക്ക് കാണിച്ചു തരാമെങ്കിലേ ഞങ്ങൾ മൈസൈഡിന്റെ വീട്ടിൽ നിന്ന് ചാമ്പയ്ക്ക് പറിച്ചു തരാം. വലിയ ഇത്ര ഉള്ള കാണിച്ചു കൊടുക്കലേ ഉണ്ണി. ഇവന്മാർ കള്ളക്കേസുകളാ, ഒന്നും കൊണ്ടത്തരത്തില്ല. പുന്നൂസേ, എന്നോട് വല്ലതും പറഞ്ഞോ? ഉണ്ണി ഒന്ന് കാണിച്ചാലോ? ദേ ഇവൻ നിന്നെ മത്തങ്ങ ഉണ്ണിന്ന് വിളിച്ചതാ. സത്യമായിട്ട് ഞാൻ വിളിച്ചില്ലേ? വിളിച്ചതാ. ഇന്നാളെ നിങ്ങൾ രണ്ടുപേരും വിളിച്ചതാ. ഞാൻ കാണിച്ചു തരത്തില്ല. കാലമത്തായി സാറിന്റെ കയ്യിൽ നിന്ന് രണ്ടുപേർക്കും തല്ലുകൊള്ളട്ടെ. കാണിച്ചെടുത്തില്ലയോ? എങ്കിൽ പുന്നൂസ് കോപ്പറേറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കും. പോയി പറ. സത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. പോടാ ജോണി, പോടാ കളെ. നീ പോടാ ഉണ്ടോ പുന്നൂസേ? പോടാ. അയ്യേ, ആ മുരളി ചാണാ ചവിട്ടി, മുരളി ചാണാ ചവിട്ടി. ആ ചാണാ ചവിട്ടിയാൽ അടി കിട്ടും. എല്ലാരും ഓടി വരി. ദേ മുരളി ചാണാ ചവിട്ടിയാൽ അടി കിട്ടും. അയ്യയ്യോ അയ്യയ്യോ, മുരളിക്കിന്ന് അടി കിട്ടും. അയ്യയ്യോ അയ്യയ്യോ,
അടിയുടെ പൂരം പൊടിയേരി കഞ്ഞി അയ്യോ അയ്യോ മുരളിക്കിന്ന് അടി കിട്ടും അയ്യോ അയ്യോ അടിയുടെ പൂരം പൊടിയേരി കഞ്ഞി അയ്യോ അയ്യോ മുരളിക്കിന്ന് അടി കിട്ടും അയ്യോ അയ്യോ. ഞാൻ കാക്കുത്തി കല്ല് കിട്ടും. എന്താ ഈ കാക്കോത്തിക്ക് കല്ല് കിട്ടുമെന്ന് വെച്ചാ? കാക്കോത്തിക്ക് കല്ലുകെട്ടി മന്ത്രം ചൊല്ലിയ എന്താഗ്രഹവും സാധിക്കുന്ന കാക്കോത്തിക്ക് വലിയ ശക്തിയാ. കാക്കോത്തിക്കാവിലെ കാക്കോത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം. മൂക്കുത്തി കല്ലെല്ലാം വേറെ വെക്കാം. ഇക്കൊല്ലം മേടത്തി കല്യാണം വേണമെങ്കിൽ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ. ഈ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ. ഇനി കാലമ്പത്തേക്ക് എന്നെ തല്ലാൻ കിട്ടില്ല. നോക്കൂ ഓടാ ജോണി, നമുക്ക് പോവാം. നേരാണ് വാസ്കുട്ട, ഇന്ന് അവന് തല്ല് കിട്ടില്ലേ? കാക്കോത്തി ഒന്ന് കല്ലെടുത്താ ഇനി ഒരിക്കലും അവന് തല്ല് കിട്ടൂല, ഉറപ്പാ. കാക്കോത്തിക്ക് ഇഷ്ടമുണ്ടെങ്കിലേ കല്ലെടുക്കൂ. കാക്കോത്തിക്ക് എന്തിനാ കല്ല്? മാലയേട്ടെ, കാക്കോത്തിക്ക് വലിയ ഇഷ്ടാ കല്ലുമാല. എപ്പോഴും ഇത് കഴുത്തി ഇട്ടോണ്ടേ നടക്കൂ. എപ്പോ എടുക്കും? ആ ഗ്രഹപാഠം ചെയ്യാത്തവരുണ്ടോ? ഓരോരുത്തരായി ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ എഴുന്നേറ്റവൻ ഇങ്ങോട്ട് വരാം. ഞാൻ ഗ്രഹപാഠം ചെയ്തതാ. കൊണ്ടുവരാം. സാർ, ചെയ്യാത്തവരുണ്ട്. അവർക്കും എഴുന്നേൽക്കാം. സാർ പുന്നൂസ് കോപ്പി അടിച്ചാ? പുന്നൂസിനിങ്ങോട്ട് വരാം. നിനക്ക് ബോർഡിലോട്ട് എഴുതാം. പതിനായിരത്തിയേഴ് ന്യൂനം 99 സമം എത്ര കിട്ടാം? ഏഴിന്ന് 9 ഇറങ്ങണില്ല സാർ. അടുത്ത സ്ഥാനത്തു നിന്നെടുക്കാം. അവിടെ ഒന്നുമില്ല സാർ. അതിന്റെ അടുത്തതീന്നൊന്നെടുക്കാം. അവിടെ ഒന്നുമില്ല സാർ. അതിന്റെ അടുത്തതീന്നൊന്നെടുക്കാം. അവിടെ ഒന്നുമില്ല. അതിന്റെ അടുത്തതീന്നൊന്നെടുക്കാം. ഒന്നേ ഉള്ളൂ സാർ. മേലാൽ ഗ്രഹപാഠം കോപ്പി അടിക്കരുത്. ഓ മുരളിക്കും ജോണിക്കും ഇങ്ങോട്ട് വരാം. താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം. മൂക്കുത്തി കല്ലെല്ലാം വേറെ വെക്കാം. ഇക്കൊല്ലം മേടത്തി
കാക്കോത്തി ശരിക്കും ഉള്ളതാ. കാക്കോത്തിയുടെ ശക്തി കൊണ്ടാ എനിക്കിന്ന് തല്ലുകൊള്ളാനും സമരം വന്നത്. എന്റെ ചേച്ചി കണ്ടിട്ടുണ്ട് കാക്കോത്തിയെ. ഒത്തിരി മുടിയുള്ളൊരു സുന്ദരിയാ കാക്കോത്തി. ഓ പിന്നെ എന്റെ അച്ഛൻ കണ്ടിട്ടുള്ളല്ലേ, വയസ്സിയാ വടിയും കുത്തിപ്പിടിച്ചാ നടക്കുന്നേ. കാക്കോത്തി പെണ്ണും അല്ല വയസ്സല്ല, ആളാ ഒരു മുട്ടാനാള്. എന്റെ ചാച്ചൻ കണ്ടിട്ടുള്ളതാ. ആ കാക്കോത്തിയില്ല, ഒരു കീക്കോത്തിയില്ല. കല്ലും പൊതിയെ ഞാൻ കാണിച്ചു തരട്ടെ. കാക്കോത്തി കാവിലെ കാക്കോത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം. കാക്കോത്തി കാവിലെ കാക്കോത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം. ആ ഇതാ കിട്ടിപ്പോയി. ആ കാക്കോത്തിയില്ല, ഒരു കീക്കോത്തിയില്ല. ദോ കാക്കോത്തിയുടെ കല്ല്. ആരാടാ എന്തിനാ എന്റെ വെറ്റിലും പൊതിയെടുത്ത്? കാക്കോത്തിയെ കണ്ടിട്ട് എന്തിനാ പേടിച്ചോടിയേ? കാക്കോത്തിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാ. കാക്കോത്തിയെ കാണാൻ പറ്റുന്നതും കാക്കോത്തിയുടെ പാട്ട് കേൾക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു ഭാഗ്യ. ആരാ മുത്തിയമ്മേ കാക്കോത്തി? അതോ, അത് വലിയൊരു കഥയാ. കാക്കാലത്ത് സുഭദ്രയുടെ കഥ. പണ്ട് പണ്ട് ഈ കാവ് ശിവന്റെ കാവായിരുന്നു. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ്, കാക്കാലത്ത് സുഭദ്ര. ഏഴഴക്, എണ്ണക്കറപ്പ്, ദൈവളെ പോലെ. ചെമ്പത്തൊടുത്ത് ചെങ്കല്ലു മൂക്കൂട്ടിയിട്ട് കല്ലുമാലയും കക്കമാലയും ഇട്ട് ഈ നാട് മുഴുവൻ പാട്ടും പാടി നടന്നു കാക്കാലത്ത് സുഭദ്ര. സുഭദ്രയുടെ പാട്ട് കേട്ട ചെല്ലമ്പള്ളി മഠത്തിലെ ഇളനീലാണ് സുഭദ്രപ്പടിനോട് വല്ലാത്ത കൊതി. ആരായി ഇളനീലാൻ? ഒറ്റക്കാലൻ, ദുഷ്ടൻ, കശ്മലൻ, ദൈവനെ പോലെ. പാട്ടും പാടി നടന്ന കാക്കാലത്ത് സുഭദ്രയുടെ പിന്നാലെ കൊതിയോടങ്ങനെ പാത്തും പതുങ്ങി നടന്നു ഒറ്റക്കാലൻ ഇളനീലാൻ. ഒരിക്കൽ മലക്കറവന്മാരുടെ കുതിരുത്സവത്തിന് നാടകം കളിക്കാൻ വന്ന പാണ്ടിക്കാരുടെ നാടകത്തിൽ ഒരു ഭാഗവതരുണ്ടായിരുന്നു. രസികൻ, മിടുമിടുക്കൻ, കണ്ടാലോ കാമദേവൻ, ദൈവം തന്നെ. ഭാഗവതരുടെ പാട്ട് കേട്ട സുഭദ്ര ഭാഗവതരെ നോക്കി അങ്ങിരുന്നു. എന്തിനു പറയുന്നു, 10ാം ഉത്സവത്തിന്റെ അന്ന് ഭാഗവതരും സുഭദ്രയെ ലോകത്തിലായി. നാട് മുഴുവൻ ഭാഗവതരും സുഭദ്രയും പാട്ടും പാടി നടന്നു. ഒറ്റക്കാലിന് ഇളമീലാന്റെ മനസ്സിലോ പകയും കുശുമ്പും അങ്ങനെ അങ്ങ് നിറഞ്ഞു. ഒരു മേടമാസ സന്ധ്യയില് അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് പഞ്ചാമൃതവും പ്രസാദവും ഒക്കെയായി ഭാഗവതരെ കാണാൻ ചെന്നു സുഭദ്ര. കണ്ടതെന്തവാ, ഹാർമോണിപ്പെട്ടിയുടെ അടുത്ത് ചത്ത് കിടക്കുന്ന ഭാഗവതരെ. വേണ്ട നിൽക്കുന്നു ഒറ്റക്കാലിന് ഇളനീലാനും കുറെ ചട്ടമ്പികളും സുഭദ്രേനെ പിടിക്കാൻ. ഒറ്റ ഓട്ടായിരുന്നു സുഭദ്ര ശിവന്റെ നടയിലോട്ട്, ഇളനീലാനും ചട്ടമ്പികളും പിന്നാലെ. കാവിനകത്തിട്ട് അവര് സുഭദ്രയെ വലിച്ചഴച്ചു. അവിടെ കല്ലുമാലയും കക്കമാലയും ഒക്കെ പൊട്ടിച്ചെതറി. ഒരു വിലവശയായ അവൾ ശിവപ്രതിഷ്ഠയിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അന്നേര് എവിടെ നിന്നെന്നറിഞ്ഞില്ല, സുഭദ്രയ്ക്ക് വല്ലാത്തൊരു ശക്തി അങ്ങ് വന്നു. ശിവലിംഗം കയ്യിലെടുത്ത് വട്ടം ചൊരച്ചു ഒറ്റയടി ഇളനീലാന്റെ തലയ്ക്ക്. ഇളനീലാൻ പിടഞ്ഞു വീണു മരിച്ചു. കാക്കാലത്ത് സുഭദ്ര കാവിലു കുടിയേറി. അന്നു മുതൽ ശിവന്റെ ഈ കാവ് കാക്കോത്തിക്കാവായി. ഇന്നും വെള്ളാരം കല്ലുകൾ കൊണ്ട് മാല കെട്ടി ഭാഗവതരെയും കാത്തിരിക്കുക കാക്കോത്തി സുഭദ്ര. വെള്ളാരം കല്ലുകൾ ആ നടക്ക വെച്ചു പ്രാർത്ഥിച്ചോളൂ. എന്താഗ്രഹവും
കാക്കോത്തി സാധിച്ചു തരും. എവിടായിരുന്നു ഇത്ര നേരം നോക്കുന്നുണ്ടല്ലോ അവൻ? എടാ ഇതുവരെ എവിടെയായിരുന്നു? പള്ളുക്കുടം വിട്ടിട്ട് നേരെ ഒത്തരയായി. രാവിലെ കാളയ്ക്ക് ഇച്ചിരി കച്ചി പോലിട്ട് കൊടുക്കാതെ പോയി എന്തുവാ? നിന്നോട് ദിവസം കളത്തിൽ പറയണോടോ? എടാ പറയണോന്ന്. നിന്നെ 3 നേരം മോന്ത മാത്രമായിട്ട് അവനിങ്ങ് വന്നോളൂ. പറയുന്നത് കേട്ടില്ലെങ്കിൽ കൊന്നുകളഞ്ഞാൽ പോടാ. വെച്ചു വിളമ്പുന്നവർക്ക് ഉപകാരം വേണം. ഇന്നിനി പച്ചവെള്ളം ഞാൻ തരത്തില്ല. പട്ടിണി കിടക്ക്. 1-2 ദിവസം ഒന്നും ചെന്നില്ലെന്ന് വെച്ച് ചത്തുപോത്തൊന്നുമില്ല. ടീച്ചർ പുതിയതായിട്ട് വന്നതാണോ? കാലമത്തായി സാറിന് പകരം വന്നതാണോ ടീച്ചർ? ടീച്ചറിന്റെ വീട് എവിടാ? പേരെന്താ ടീച്ചർ? ആ ബഹളം വേണ്ട. ഇനി ഞാനാ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ, വത്സല ടീച്ചർ. ഇനി എന്തൊക്കെ അറിയണ്ടേ? ടീച്ചർ തല്ലുവോ? പിന്നെ പറഞ്ഞതനുസരിക്കാതെയും പഠിക്കാതെ ഇരുന്നാൽ തീർച്ചയായും തല്ലും. ഇനി ആരാ ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്? ഒന്നാമൻ ആരാ? ഉണ്ണി. മിടുക്കൻ. ആ ഇനി ആരാ പഠിക്കാൻ ഏറ്റവും മോശം? ബഹളം വയ്ക്കാതെ ഇരിക്കൂ. ആരാ? മുരളി. മുരളി പാട്ടിന് വെച്ചാ ടീച്ചർ. അതെയോ? പാട്ടില് മാത്രം മതിയോ? പഠിത്തത്തിൽ ഒന്നാമനാവണ്ടേ? ഇരുന്നോളൂ. ടീച്ചറെ കാള പ്രസവിക്കോ? വണ്ടിക്കാള പ്രസവിക്കോ? കാളയല്ലല്ലോ, പശുവല്ലേ പ്രസവിക്കുന്നത്. ഇവിടെ ഒരു കാള പ്രസവിച്ചിട്ടുണ്ട് ടീച്ചർ. ഈ മുരളിയെ കാള പറ്റതാ. മുരളി എന്തായി കാണിക്കുന്നേ? വിടോ, വിടാൻ വിടാനല്ലേ പറഞ്ഞത്? വിടോ, മാറി നിൽക്കങ്ങോട്ട്. പറഞ്ഞാൽ അനുസരിക്കത്തില്ല അല്ലേ? എന്താ ടീച്ചർ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല, പിള്ളേർ തമ്മിൽ വഴക്കിട്ടതാ. ഇവനിതൊരു പതിവായി ടീച്ചറെ. ഇവനെ ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല. മഹാശല്യവാ. വാടാ, നിന്നെ ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേണ്ട ടീച്ചർ, എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടല്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം. ടീച്ചറങ്ങ് വിട്ടേ. ടീച്ചറെ പുതിയതായിട്ട് വന്നതുകൊണ്ട് തോന്നുന്നതാ. ഇവനെയൊക്കെ എനിക്കറിയാൻ പാടില്ലാത്തോടോ. വാടാ അവിടെ. ടീച്ചർ വേണ്ട. പിന്നെ ഈ കുട്ടിച്ചാത്തിനെ വെച്ചോണ്ട് എങ്ങനെയാ സാറേ ക്ലാസ് എടുക്കുന്നത്? എന്താ ടീച്ചറെ? പുതിയ ടീച്ചറുടെ ക്ലാസ്സിൽ ഇവന് അടിയുണ്ടാക്കി. പുന്നൂസ് എന്തിനാ മുരളിയെ കാള പറ്റതാണെന്ന് പറഞ്ഞേ? അതുകൊണ്ടല്ലേ ലേളയൊക്കെ ഉണ്ടായേ? മുരളിയെ എല്ലാരും കളിയാക്കും ടീച്ചർ. മുരളി പാവാ. മുരളിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. കാളവണ്ടിക്കാരനെ എവിടുന്നോ കിട്ടിയതാ. അവരൊരുപാട് പണിയെടുപ്പിക്കും. എന്നാലും ഒറ്റ ദിവസം ക്ലാസ് മുടങ്ങത്തില്ല. പഠിക്കണമെന്ന് അവന് വലിയ ഇഷ്ടമാ. നിന്റെ രക്ഷകർത്താവെന്നും കൊണ്ട് ഒരുത്ത നടപ്പുണ്ടല്ലോ, അയാളെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. വീട്ടിൽ വേണ്ടാത്തതിനൊന്നും ഇവിടെയും വേണ്ട. ഓ പോകാൻ. കാക്കോത്തി, എനിക്ക് ആരുമില്ല. അച്ഛനും ഇല്ല, അമ്മയില്ല.
സാറുമാർക്കും കുട്ടികൾക്കും ആർക്കും എന്നെ കണ്ടൂടാ. എനിക്ക് മതിയായി. എനിക്കിനി പഠിക്കണ്ട, സത്യമായിട്ടും പഠിക്കണ്ട. എടാ നിക്കടാ അവിടെ. നീ ഇന്ന് മാത്തുക്കുട്ടി മുതലാളുടെ മോനെ അടിച്ചു അല്ലേടാ? നിന്നെ ടീച്ചർമാരും സാറുമാരും പള്ളുക്കുടുത്തി നിന്ന് അടിച്ചിറക്കി അല്ലോടാ? എന്നെ വിളിച്ചോണ്ട് എന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതിയെന്ന് ഹെഡ്മാഷ് പറഞ്ഞു അല്ലോടാ? ചെല്ലിയല്ലേ തന്ത ചമ്മ അങ്ങോട്ട് ചെല്ലേ അവനെ പഠിപ്പിക്കാൻ. എന്റെ പൊന്നു മോനിനി അങ്ങനെ അങ്ങ് പഠിക്കണ്ട. എനിക്കിനി പഠിക്കണ്ട, പള്ളിക്കൂടത്തിലും പോവണ്ട. മുരളി, നിന്നെ വത്സല ടീച്ചർ തിരക്കിയായിരുന്നു. സ്കൂളിലോട്ട് ചെന്നോന്നെ ടീച്ചറെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇനി പള്ളിക്കൂടത്തിലേക്കില്ല ജോണി. എനിക്കിനി വരാൻ പറ്റില്ല. എനിക്ക് പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാക്കോത്തിക്ക് കല്ല് കെട്ടി. ആ കല്ലും കാക്കോത്തി കൊണ്ടുപോയി. പിന്നെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. കാക്കോത്തിയല്ല, കാക്കോത്തിയെ പോലൊരു പെണ്ണ്. ചുമ്മാ ഇതൊക്കെ കളഞ്ഞിട്ട് സ്കൂളിലോട്ട് വരുന്നുണ്ടോ? ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്ത് ചെയ്യാൻ പോവാ? കാളയെ കുളിപ്പിച്ച് നടക്കാനോ? അല്ല, പിന്നെ അതൊക്കെ ഉണ്ട്. നീ നോക്കിക്കോ. എടാ മുരളി, എടാ കുരുത്തം കിട്ടവനെ, കാളെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് നേരം എത്രയായി? എന്തെടുക്കോടാ അവിടെ? എടാ കൊച്ചനെ, അവൻ ഇനി പള്ളിക്കൂടത്തിലോട്ടൊന്നും വരുന്നില്ല. കൊച്ചന്റെ പാട്ടിന് പോയാട്ടെ. പോകാനാ പറഞ്ഞത്. കാളയെ കുളിപ്പിക്കാതെ നീ പിന്നെ എന്തോ ചെയ്യാൻ പോവാടാ? തലതുറച്ചവനെ, വേഗം കാളയെ കുളിപ്പിച്ചേറ്റി കച്ച വരിയിട്ട് ഓടറാ. എന്താണോ പിന്നെ വെട്ടുപൊത്തിനെ പോലെ നോക്കി നിൽക്കുന്നത്? നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു. അയ്യോ,
പെയ്യ്. ഞാൻ എന്തിനാ അതൊക്കെ ഇട്ട് തോണ്ടി വലിക്കണേ? എന്തിനാന്ന്? നീ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേ? ഞാനിത് ഓ, നീ വലിയ പാകോതിരി. അടിച്ച് നിന്റെ മോന്ത ഞാൻ തെറിപ്പിക്കും. പോടാ. എന്തിനാടാ അവിടെ വന്നേ? പറയടാ. എടി പത്രക്കാളി, ആ ചെക്കനെ വിട്ടേക്കടി. നീ പോടി കിളവി. ചോദിച്ചേ കേട്ടില്ലോ എന്തിനാ വന്നത്? എടി നീ ചെക്കനെ കൊല്ലാതെടി. അപ്പൊ ഇത് കള്ളനാ കള്ളൻ. 2-3 ദിവസമായി പാത്തും പതുങ്ങി വരണേ. വിടാനല്ലേ പറഞ്ഞത്? വിടാൻ. മോൻ ഏതാ? എന്തിനാ ഇവിടെ വന്നത്? കക്കാൻ വന്നിരിക്കാ കക്കാൻ. ഞാൻ കക്കാൻ വന്നതല്ല. പിന്നെ എന്തിനാ വന്നത്? എനിക്കറിയില്ല. മോന്റെ വീട് എവിടെ? എനിക്ക് വീടില്ല, എനിക്ക് ആരുമില്ല. നീ ഒന്നും മിണ്ടാതിരി ലക്ഷ്മി. മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. നീ എന്തിനാ വന്നത് എന്നോട് പറ. ഞാൻ പാട്ട് കേട്ട് വന്നതാ. നീ കക്കാൻ വന്നല്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ കക്കാനും എടുക്കാനൊക്കെ ഇവിടെ എന്താ ഉള്ളത്? മോന്റെ പേരെന്താ? മുരളി. ഞാൻ പോവോ? എങ്ങോട്ട് പോവാൻ? നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? നീ ഞങ്ങളുടെ കൂടെ കൂടുന്നു. എടോ വേദാളിയ, ആ ചെക്കനെ അങ്ങ് പറഞ്ഞു വിടും. ആരെങ്കിലും അന്വേഷിച്ചു വരും. വല്ല പോലീസോ ബുക്കാറൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഓതല്ല ഇവിടുന്ന്. ഇവൻ നല്ലൊരു കൊച്ചനാ, മിടുക്കനാ. പാട്ട് ഇഷ്ടമാണോ നിനക്ക്? പാടാൻ അറിയാമോ? താനേ ചിതലേറും കോലങ്ങൾ തീരാശനിശാപജമ്മങ്ങൾ ഇതെടുത്തോ. നീ എന്റെ കൂടെ വരുവോ? ഞാൻ പറയുന്നെല്ലാം കേട്ട് എന്നോടൊപ്പം നിന്നോളാവോ? ഒത്തിരി കാശ് കിട്ടും. നീ ഇതൊന്ന് വെച്ചേ, ഞാൻ കാണട്ടെ. എന്തൊരു ശേല്. കാക്കോത്തിക്ക് ചോപ്പ് നിറം. കാക്കോത്തിയോ? അതാരാ?
കാക്കോത്തി അല്ലെന്നൊക്കെ എനിക്കറിയാം, എന്നാലും കാക്കോത്തിയെ പോല. അരവിന്ദൻ പ്രസന്റ് ടീച്ചർ. ബിന്ദു പ്രസന്റ് ടീച്ചർ. ബിന്ദു പ്രസന്റ്. ചന്ദ്രൻ പ്രസന്റ് ടീച്ചർ. ജോണി പ്രസന്റ്. മുഹമ്മദ് പ്രസന്റ്. മുരളി 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 ഇന്നും വന്നില്ലേ? അവൻ പഠിപ്പ് നിർത്തി. പിന്നിപ്പോ എന്ത് ചെയ്യുന്നു? അവനിപ്പോ തെണ്ടക്കാട് സെറ്റില ടീച്ചർ. നന്നങ്ങാടികൾ ഞങ്ങൾ നിന്നാമിന്നികൾ, ചാവേറും മോഹങ്ങൾ എന്നാളും മൂടുന്നു മനസ്സിൻ നരകം ഇരുളിൽ തമ്പാക്കന്മാരെ. മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? മോൾ എന്താ ആലോചിക്കുന്നത്? ആ മുരളിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോവാൻ ഞാൻ സമ്മതിക്കരുതായിരുന്നു. നീ വിഷമിച്ചിട്ടെന്താ? അതായിരിക്കും അവന്റെ വിധി. അതല്ല അച്ഛാ,
അവന്റെ പഠിപ്പ് മുടങ്ങാനും തെണ്ടക്കാരുടെ കൂട്ടത്തിൽ ചേരാനും ഞാൻ തന്നെ നിമിത്തമായില്ലെന്ന് ഓർക്കുമ്പോഴാ. അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ വിടാൻ മനസ്സ് വരണില്ല അച്ഛാ. അതിന് അവനെ ആരും പിടിച്ചുകൊണ്ട് പോയല്ലോ മോളെ, അവൻ താനേ പോയതല്ലേ. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം, വീട്ടിലും കൊണ്ടാക്കാം, ഹെഡ്മാഷെ കണ്ട് സംസാരിച്ച് സ്കൂളിലും കയറ്റാം. പോരെ മോളെ? വേണ്ട അച്ഛാ, അച്ഛൻ ബന്ധപ്പെടുകയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ ഒട്ടും ബന്ധപ്പെടുത്താതെ നിന്റെ ബന്ധപ്പാടുകളൊക്കെ കൂട്ടുകയല്ലേ മോളെ? ദേ തുടങ്ങി. അച്ഛൻ പോയി കിടന്നേ. കല്ല് കൊത്താനുണ്ടോ? കല്ല്. അമ്മി കൊത്താനുണ്ടോ? അമ്മി അമ്മി. അമ്മിക്കല്ല്, അടകല്ല്, ആട്ടുകല്ല്. സാറേ, ഇതൊന്നും ഇവിടെ ഇല്ലേ? പഴയ കുപ്പി, ചാക്ക്, പേപ്പർ. പഴയ ഉടുപ്പ് വലുത് ഉണ്ടെങ്കിൽ തരണേ സാർ, ഉള്ളതെല്ലാം കീറി. പഴയൊന്നുമില്ല. പുതിയത് തന്നാലും മതി സാറേ. പഴങ്കഞ്ഞി ഉണ്ടോ സാറേ? പഴങ്കഞ്ഞി കുടിക്കാൻ. വിശന്നിട്ട് വയ്യ സാറേ, എന്തെങ്കിലും താ. ഇവിടെ ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? എന്നാ വാ, ഞങ്ങളുടെ കൂടെ പോര്. വാ പോവാ. കാക്കോത്തി പേരയ്ക്കാ. നിനക്ക് വേണോ? പിടിക്കേ. വരുവോ? ഏയ്, നോ താഴെ ഇറങ്ങാൻ. നോ മര്യാദക്ക് താഴെ ഇറങ്ങാൻ. നോ നോ. ടൈഗർ, catch her, Tiger. Tiger, catch her. Tiger, hurry up. No. Tiger, stop, Tiger, Tiger. എന്റെ അമ്മോ, കാലമത്തായി. ആര്? ഞങ്ങളുടെ സ്കൂളിലെ സാറാ, കാലമത്തായി. കല്ല് കൊത്താനുണ്ടോ? കല്ല്. കാലമത്തായുണ്ടോ? കാലൻ. കല്ല് കൊത്താനുണ്ടോ? കല്ല്. കാലമത്തായുണ്ടോ? കാലൻ. സാർ സാർ, കല്ല് കൊത്താനുണ്ടോ? കല്ല് കല്ല്. സാറ് നിന്നപ്പോ ഞാൻ കരുതി സാറിന്റെ കയ്യിൽ കല്ല് കൊത്താനുണ്ടെന്ന്. നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പം പോലെ. വിളിക്കണോ? വിളിക്ക്. കല്ല് കൊത്താനുണ്ടോ? കല്ല്. കുഴപ്പമില്ല, നിനക്ക് വിളിക്കാം. വിളിക്കാം.
കാലമത്തയുണ്ടോ കാലൻ? എന്നാ സാറേ കല്ല് കുത്താനുണ്ടോ? ഒരു കല്ല് കൊത്തിയാൽ നിനക്കെത്ര കിട്ടാം? 50 പൈസ കിട്ടും. ഇന്ന് നിനക്കെത്ര കൊത്താം? 3-4 കൊത്താം സാറേ. എന്നാൽ ഇന്ന് കൊത്തണ്ട, മേലിൽ ഈ വഴിക്ക് വരണ്ട. പോ പോ. ആ, വിളിച്ചു കൂവാതെ നടക്കണം. പോ പോ. കാലമത്തയുണ്ടോ കാലൻ? കാക്കോത്തിക്ക് ആരും പേടിയില്ലേ? ആരെയും? പോലീസിനെയോ? പോടാ. അപ്പൊ പേടിയുണ്ട്. പോലീസിനെ എല്ലാവർക്കും പേടിയാ. പോലീസിനെ ഒന്നല്ല, ഉവ്വാച്ചോ? അതാരാ? ദുഷ്ടനാ, ചത്തുപോയി. എന്നാലും എനിക്ക് പേടിയാ. കൊന്നതാ, കോടാലി കൊണ്ട് വെട്ടി. ആരാ കൊന്നേ? പോടാ, എന്തിനാ ഇതൊക്കെ അറിയണ? നശൂലേ. ഇവിടാരില്ലേ? ഓയ്, ഇവിടാരില്ലേ? എന്തുവാണ് ചെറുക്ക അവിടെ ഒന്ന് വിളിച്ചു പോകുന്നത്? എന്താ? ഞാൻ മുരളിയുടെ ക്ലാസ് ടീച്ചറാ. അതിനിപ്പോ ഞാനെന്തോ വേണം? ആ കുട്ടി ഇപ്പോ സ്കൂളിൽ വരാറില്ല. നാളെ മുരളിയുടെ പേര് വെട്ടും. 15 ദിവസം കഴിഞ്ഞ പേര് വെട്ടുമെന്ന നിയമം. നിയമം പോലെ അങ്ങോട്ട് ചെയ്താട്ടെ. അവന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടാരും വരണ്ട. ഇവിടെ ആർക്കും അവന് വേണ്ട. തെണ്ടാൻ നടക്കുമല്ലോ, തെണ്ടാൻ. കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറിയ അവൻ എങ്ങും പോയില്ല, ഇവിടെ തന്നെ നിന്നോളൂ. എന്തിനാ നിന്നിട്ട്? ചാപ്പാട് കൊടുത്തതിന്റെ സമ്മാനം തന്നിട്ട് ആ ചെകുത്താൻ പോയത്. ദേ, തലച്ചോറ് വരെ ഇളകിപ്പോയി. ഇനി അങ്ങനൊന്നും ചെയ്യില്ല. അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? പിന്നെ എന്തിനാ അവിടെ എവിടെയൊക്കെ ഏൽപ്പിക്കുന്നത്? കൊണ്ട് നിർത്തിക്കോ. ഒന്നുമില്ലേലും വീട്ടു പണിക്കൊരാളാവും. ടീച്ചർ പോയാട്ടെ, ഞാൻ വലുതൊക്കെ പറഞ്ഞു പോകും. പിന്നെ തേച്ചാലും കുളിച്ചാലും പോകത്തില്ല. താവിന്റെ ഉള്ളിൽ കാണും ടീച്ചർ. വാ. ടീച്ചറെ, ചാരായ മാറ്റുണ്ട് ഇവിടെ. അത് നിനക്കെങ്ങനെ അറിയാം? മണം കേട്ട് അറിഞ്ഞൂടെ? എന്റെ ചാച്ചൻ കുടിക്കുന്നതാ. മേലാലും ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. പോപ്പോ. ഓ, വലിയ ആള്. എടോ, ഇനി വില എന്താടോ? എടോന്നാ ഞാൻ തന്നെ മറ്റവനോ? വില പറയടോ. എഴുതി വെച്ചിരിക്കുന്ന കണ്ടൂടെ? എന്താണ്ടാ ഈ എഴുതിയിരിക്കണ? ഏതെടുത്താലും 15 രൂപ. എന്റെ അമ്മോ. ഹായ്, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം.
എനിക്കൊരു മോളുണ്ടായിരുന്നു, ലക്ഷ്മി. 3 വയസ്സുള്ളപ്പോഴോ മരിച്ചു. അമ്പലത്തിൽ പ്രസാദം കൊടുക്കാൻ ഒരുക്കി വെച്ചിരുന്ന തിളച്ച പായസത്തിൽ വീണു. എന്തിനാ ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയുന്നത്? എനിക്ക് ആരുമില്ല. എന്റെ ആകെയുള്ള സമ്പാദ്യമാണ്. ഇതങ്ങോട്ട് വാങ്ങി ആ കുഞ്ഞിങ്ങ് തന്നേക്കൂ. ഇതാ, ഞാൻ വളർത്തിക്കൊള്ളാം എന്റെ ലക്ഷ്മിയെ പോലെ.
കാക്കത്തെ ഞാൻ പറ്റിച്ചേ, എനിക്ക് നൊന്നില്ലല്ലോ. നിനക്ക് നൊന്നില്ലേ? നൊന്നില്ലേ? നൊന്നില്ലടാ. ഇപ്പൊ നൊന്തോ? ഇപ്പൊ നൊന്തോ? ഇനി എന്നെ പറ്റിക്കടാ. നശൂലേ. അയ്യോ, ഞാൻ കൂടൂല. കാക്കൂത്ത് ചീത്തയാ. എന്തിനാ എന്നെ എപ്പോഴും അടിക്കുന്നത്? ഞാൻ ഇനി അടിക്കും. നീ സ്നേഹമില്ലാത്തവനാ, ചീത്തയാ. പോടാ പോ, എവിടെ വേണമെങ്കിലും പോ. നിന്നെ എനിക്ക് വേണ്ട, കാള വെച്ചവനെ. അല്ലെങ്കിൽ ഞാൻ പോവാ. എന്നാ മുരളി, നീ പോവാ? സത്യായിട്ട് പോവാ? എന്നാ പൊക്കോ, എവിടെ വേണമെങ്കിലും പൊക്കോ. ഇനി നീ വന്നാലും കൂടില്ല. കാക്കൂത്തി, എനിക്ക് കാക്കൂത്തിന് പിണക്കൊന്നുമില്ല. എനിക്ക് പിണക്കുവാ. കാക്കോത്തി എന്നോട് കൂട്ടാന്ന് പറഞ്ഞ ഞാൻ കാക്കോത്തിക്ക് ഒരു സമ്മാനം തരാം. പറ. എന്തു സമ്മാനം? ആദ്യം കൂട്ടാന്ന് പറ. ആദ്യം കാണിക്കാം. കൂട്ടാണെന്ന് പറഞ്ഞ കാണിക്കാം. കൂട്ടാ താ. പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം. ഇവിടെ ആരുമില്ല. സാറന്മാരെ, പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം. പക്ഷി കൊള്ളാം. ഒന്ന് വിളിച്ചാലോ? വെറുതെ ഇല്ല, അലവലാതിയാ. ജനിച്ചിട്ട് കുളിച്ചു കാണുകയല്ല. അതൊക്കെ നമുക്ക് കുളിപ്പിക്കാളിയാ. പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം. അളിയോ, വിളിക്കട്ടെ. സംശയിക്കണ്ട സാർ, നടന്നതും പറയും, നടക്കാനിരിക്കുന്നതും പറയും, എല്ലാം പറയും. നടക്കുന്നു ഇരിക്കുന്നു ഒന്നും നമുക്കറിയണ്ട, കാര്യം വല്ലതും നടക്കുമെന്ന് മാത്രം അറിഞ്ഞാ മതി. നടക്കും സാർ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. കൈ കാണിച്ചേ. തോമസേ, കാര്യമൊക്കെ നടക്കുന്ന തോന്നുന്നേ. ഇഷ്ടദേവൻ ഹനുമാനാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? മോഹം കണ്ടപ്പോഴേ മനസ്സിലായി. ചെകുത്താനെ, ഇവിടെ നിന്ന് കൈക്കും കാലൊന്നും പിടിക്കല്ലേ, നമുക്ക് അകത്തോട്ട് കയറാം. എന്തിനാ അകത്തോട്ട് പോണേ? ഇവിടെ നിന്നോണ്ട് മതി. അയ്യേ, ഇവിടെ നിന്നോ? ആളെ വേണ്ട, മോശമല്ലേ? എന്ത് മോശം? കൈ കാണിച്ചേ. ഒച്ച വയ്ക്കാതെ, അപ്പുറത്തൊക്കെ ആളുകളുള്ളതാ. അപ്പുറത്തെ ആളുണ്ടോ? പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം. തൊലക്കല്ലേ, നമ്മള് മാത്രം കേട്ടാ പോരെ. ഇതെനിക്ക് തരുവോ? കൈ നോക്കണമെങ്കിൽ കാശുതാ. കാശൊക്കെ തരാം, അകത്തോട്ട് വാ. വാ.
ഓടിക്കോ. എന്താ പിടിക്കാവളെ വിടരുത്. ഇങ്ങോട്ട് പോരെ. വേഗം വാ. വേഗം വാ കാക്കുത്തി. മുരളി എനിക്ക് വേഗം വാ വാ. മുരളി മുരളി നിക്കവിടെ. ടീച്ചർ ഇങ്ങോട്ട് വാ. മുരളി 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 വരാൻ വാടാ. അച്ഛാ വാടാ അങ്ങോട്ട്. ഇവനാ വികൃതി ചെറുക്കൻ. കക്ക നടക്കായിരുന്നു. എടാ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ സ്ഥിതി? സത്യം പറയണം. നിനക്ക് വിശന്നിട്ടാണോ കട്ടത്? പറയടാ. ചോദിച്ചു കേട്ടില്ലേ? എന്താ വത്സല ഇത്? നീയും കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മുരളി ഇങ്ങ് വാ. ആ ഓനിങ്ങ് വാ. ചെല്ലങ്ങോട്ട്. കരയാതെ. എന്തിനാ കുട്ടി സ്കൂളിലും കയറാതെ വീട്ടിലും കയറാതെ അലഞ്ഞു നടക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറ. നിപ്പ് കണ്ടില്ലേ? അഹങ്കാരം അഹങ്കാരം. വത്സല നിന്റെ ടീച്ചറല്ലേ മോനെ? ടീച്ചർ വഴക്ക് പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ കരയാമോ? മോന്റെ പഠിപ്പ് നിർത്തിയെന്നും വല്ലവരുടെയും കൂടെ അലയുവാണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്ത് വിഷമം അറിയാമോ നിനക്ക്? ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ടീച്ചർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കരയാതെ കണ്ണു തുടക്കി. വരൂ. ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു. ആരുമില്ലായിരുന്നു എനിക്കും. വൈകുന്നേരങ്ങളിൽ വള്ളം ഊന്നാൻ പോകുമ്പോൾ 2.5 ചക്രം കിട്ടും. അതുകൊണ്ടായിരുന്നു എൻ്റെ പഠിപ്പും ഭക്ഷണവുമൊക്കെ. പഠിപ്പ് മാത്രം കളയരുത് കുഞ്ഞെ. നിന്റെ പഠിപ്പിനുള്ള ചെലവ് മുഴുവൻ ഞങ്ങൾ നോക്കിക്കോളാം. നീ നിന്റെ വീട് വിട്ട് എങ്ങും പോകരുത്. അവരാരും നിന്നെ നോവിക്കാതെ ഞങ്ങൾ നോക്കാം. വരൂ. ഞാൻ പറയുന്നത് കേൾക്കാതെ പിന്നെ ആ തെണ്ടക്കാരുടെ കൂടെ പോവാണെങ്കിലേ എല്ലാവർക്കും എതിരെ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുത്ത് നിന്നെ ജയിലിൽ പിടിച്ചിടും. പോലീസുകാരെ നിന്നെ നിന്റെ കൂട്ടരെയും ഇടിച്ച് ചമ്മന്തിയാക്കും. ഇരിക്ക്. നിനക്ക് വിശന്നിട്ടാണോ കക്കാൻ പോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ ഇത് മുഴുവൻ നീ തിന്നു തീർക്കണം ഒറ്റ ഇരിപ്പില്. കഴിക്ക്. മടിക്കണ്ട മുരളി. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. കഴിച്ചോളൂ. ഞാൻ നിന്റെ ടീച്ചറല്ലേ. എന്തിനാ പിന്നെയും കരയുന്നത്? ടീച്ചറെ എനിക്ക്
എനിക്ക് ഞാൻ വീട്ടിൽ പോകണ്ട. ഞാൻ പോവില്ല, ഒരിക്കലും ഞാൻ പോവില്ല. ആ ശരി ശരി, നീ കഴിക്ക്. ഞാൻ നിന്നെ വിടുന്നില്ല, ഇവിടെ നിർത്തി പഠിപ്പിക്കാം. പക്ഷെ നീ സത്യം ചെയ്യണം, ഇനി മേലിൽ ആ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ പോവില്ല എന്ന്. സത്യം ചെയ്യ, നിന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യണം. എന്നെ കൊണ്ട് സത്യം ചെയ്യ. ചോറിന്റെ മുമ്പിലിരുന്ന സത്യം തെറ്റിയാ കണ്ണുകൂട്ടി പോവും. കഴിക്കേ. ഉണ്ടെങ്കിൽ കുറച്ചുകൂടി തടി, വിശപ്പ് കേട്ടില്ല. കൊറേ ആയല്ലോ മോന്തിരി, ഇനി ഇല്ല. എടി ഞാൻ പട്ടികടന്ന് ചത്തുപോടി. ഇല്ലെന്ന് പറഞ്ഞില്ലേ ലക്ഷ്മി? നിന്റെ കാലത്തെല്ലാം കുറച്ചുകൂടി തടി. മോള് കഞ്ഞി കുടിക്കണില്ലേ? ആ വേണ്ടെങ്കിൽ ദേക്ക് ഒഴിച്ചേക്ക്. പോതാളെ. കഞ്ഞി കുടിക്ക ലക്ഷ്മി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. ചെക്കൻ പോയ ദണ്ണവാ പെണ്ണിന്. ലക്ഷ്മി പിണങ്ങിയിരിക്കുക. എന്തിനാ പിണങ്ങിയിരിക്കണേ? ലക്ഷ്മിക്ക് വാങ്ങിയതാ വള. ശൃംഗരിക്കാൻ വന്നിരിക്കണം. നീ ഒരു ആണാണോടെ? അവളങ്ങനെ തല്ലി മേടിച്ച് വന്നിരിക്കാൻ ജന്തു. ലക്ഷ്മി എന്താ ഇത്? എന്താ മോളെ ഇത്? നീ ഇങ്ങനെ തുടങ്ങിയാലോ? അവൻ പോയെങ്കിൽ പോട്ടെ. എവിടുന്നോ വന്നു, എങ്ങോട്ടോ പോയി. അങ്ങനെ കരുതിയാ മതി. കരയാതെ മോളെ. വണ്ടി എടുത്തു, നിർത്തു, വണ്ടി നിർത്താൻ. ശങ്കര, ആ പച്ചടി ഇങ്ങോട്ട് വിളമ്പ്. അങ്ങോട്ട് കൊടുക്കൂ. മോളെ, മുരളിയും കൂട്ടി പോയിക്കോളൂ. ഇതൊക്കെ ഇനി ഇതുകൂടെയല്ലേ ഉള്ളൂ, ഞാൻ കൊടുത്തോളാം. വാ മുരളി. ഗോപാല, ഓലൻ ഇങ്ങോട്ട് കൊടുക്ക്. ഇങ്ങനെ എപ്പോഴും ഊണ് കൊടുക്കുമോ ടീച്ചർ? ചിങ്ങത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ. ഇന്ന് വാവച്ചിയുടെ പിറന്നാളാ. ആരുടെ? എന്റെ അനിയത്തിയുടെ. ടീച്ചർക്ക് അനിയത്തിയുണ്ടോ? എവിടെ? എവിടെയോ അറിയില്ല. അവളെ ആരെങ്കിലും ഊട്ടുന്നുണ്ടെങ്കിൽ, അവള് സുഖമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്നാ എന്റെ അച്ഛന്റെ വിശ്വാസം. ആ കടം തീർക്കുക. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം. വാവച്ചി ഇപ്പൊ വലുതായിട്ടുണ്ടാവില്ലേ? ടീച്ചർക്ക് കണ്ട അറിയോ? എനിക്കവൾ ഇപ്പോഴും കുഞ്ഞാ.
അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ കുഞ്ഞ്. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്തേ പോരാത്തു വാവേ വാവാച്ചി കുന്നിക്കൊരു കുത്തി നുള്ളി പറിച്ചിട്ടു പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടെത്തരാം ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം. ഏലീലം കാറ്റാലോലം കൈവീശുമ്പോൾ പങ്ങി പങ്ങി പൊങ്ങി തങ്ങാറില്ലേ നീ എന്തേ മിണ്ടാത്തും വാവേ വാവാച്ചി നിന്നടുത്തെത്തുമ്പോൾ എന്നകത്തെത്തുന്നുണ്ടെന്നോ മറന്നിട്ട ബാല്യകാലം പിച്ച നടന്നൊര കൊച്ചുനാൾ പിന്നെയും പിച്ച കൊടുക്കാറുമില്ല ദൈവം എന്നും എന്നോർമ്മയിൽ നീ കൊച്ചു കണ്ണുനീർ തുള്ളിയല്ലേ. ഇതാ പാഠപുസ്തകങ്ങളുടെ ലിസ്റ്റ്, കാശും. നീ തന്നെ പോയി വാങ്ങിച്ചോളൂ, ഞാൻ പുറകെ വന്നേക്കാം. രണ്ടാമതായി തുടങ്ങിയല്ലേ പഠിത്തം. അമ്പലത്തിൽ പോയിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് വന്നോളൂ. ആ ദേ പിന്നെ ചുണയായിട്ട് സന്തോഷമായിട്ടിരിക്കണം. ആരെങ്കിലും കാള പറ്റുമെന്നൊക്കെ വിളിച്ചാലേ ദേഷ്യപ്പെടാനൊന്നും പോകണ്ട കേട്ടോ. നിനക്ക് അത്രയ്ക്കങ്ങ് സങ്കടം വന്നാ ധൈര്യമായിട്ട് പറഞ്ഞോളൂ വത്സല ടീച്ചറുടെ മോനാണെന്ന്. പോയിട്ട് വാ. മുരളി, കാക്കുതി, മുരളി, നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കിന്നറിയാമോ? വാ എന്റെ കൂടെ. വരാനല്ല പറഞ്ഞ. ഞാൻ പറയട്ടെ, ടീച്ചറെ അന്വേഷിക്കും കാക്കുതി. ഏത് ടീച്ചറെ? ഡാ, നിനക്ക് ആരെ ഈ ഉടുപ്പൊക്കെ മേടിച്ചു തന്നെ? കാക്കുതി, എനിക്ക് സ്കൂളിൽ പോണം. നീ എവിടെയും പോണ്ട, എന്നെ വിട്ട് എവിടെയും പോണ്ട. വാ. ചെക്കനെ കൊണ്ടല്ലേ പെണ്ണു വരുന്നത്. വാ. തേണ്ടപ്പോ മുരളി. നീ എവിടെ പോയിരുന്നു ചെറുക്ക? പിന്നെ ടീച്ചർ കൊണ്ടുപോയതോ? മോൻ പോയത് പിന്നെ ഇവിടെ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? നീ ഈ കൂട്ടം വിട്ട് എവിടേക്കും പോണ്ടട ചെക്ക. നിനക്കിവിടെ എന്തൊരു കുറവ്? ഇല്ല, ഇവൻ പോയില്ല, നമ്മള് വിട്ട് പോയില്ല. ഞാൻ വിടില്ല. ഞാൻ പോയി ടീച്ചറോട് പറഞ്ഞു വരാം. വേണ്ട, നീ എങ്ങും പോണ്ട. എന്നെ വിട്ട് പോയില്ല എന്ന് സത്യം ചെയ്. സത്യം ചെയ്യടാ, എന്നെ കൊണ്ട് സത്യം ചെയ്. സത്യം. കാക്കോത്തെ വിട്ട് ഞാൻ ഇനി എങ്ങും പോവില്ല.
കാക്കോത്തി അമ്മയ്ക്ക് തിരുകുരുതി വേണം, കുടം കള്ളു കൊണ്ട കരിങ്കോഴി കൊണ്ട. പെരുമീൻ വരും മുമ്പ് തലബലതറിഞ്ഞാൽ ഇനി 10 കൊല്ലം സുഭിച്ചങ്ങൾ പിച്ച. ഈനം വരുത്താനും ഏനം കെടുത്താനും ഊനം വരുത്താത്ത ചെങ്കാളിയാണ്. സൂക്ഷിച്ചെടുത്താ കൊടുക്കും കൊടുക്കും, കോപിച്ചു പോയാ കടുപ്പം കടുപ്പം. കാക്കോത്തി അമ്മയ്ക്ക് തിരുകുരുതി വേണം, കുടം കള്ളു കൊണ്ട കരിങ്കോഴി കൊണ്ട. പെരുമീൻ വരും മുമ്പ് തലബലതറിഞ്ഞാൽ ഇനി 10 കൊല്ലം സുഭിച്ചങ്ങൾ പിച്ച. എല്ലാം മുറിഞ്ഞങ്ങു പണി ചെയ്തു എന്ന പല്ലും മുറിഞ്ഞങ്ങു തിന്നാൻ കിടാത്തി. എല്ലാം മുറിഞ്ഞിട്ട് പല്ലും മുറിഞ്ഞിട്ട് പിന്നെന്തു തിന്നിട്ടു കാര്യം കിടാത്തി. കാക്കോത്തി അമ്മയ്ക്ക് തിരുകുരുതി വേണം, കുടം കള്ളു കൊണ്ട കരിങ്കോഴി കൊണ്ട. പെരുമീൻ വരും മുമ്പ് തലബലതറിഞ്ഞാൽ ഇനി 10 കൊല്ലം സുഭിച്ചങ്ങൾ പിച്ച. സമ്പത്ത് കാലത്ത് കൈപത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. സമ്പത്ത് വന്നാൽ ആപത്ത് തിന്നാൽ കൈപത്ത് വെക്കാതെ കാപത്ത് തിന്നാം. അപ്പാ, പോലീസ്!
അവരെന്റെ അപ്പയെ കൊണ്ടുപോയി, എല്ലാരും കൊണ്ടുപോയി. ഇനി എന്ത് ചെയ്യും കാക്കുത്തി? എനിക്കറിയില്ല. അപ്പ പോയി. കാക്കോത്തി വാ, നമുക്ക് എന്നെ ടീച്ചറോട് പോയി പറയാം. ഞാൻ വരില്ല. എന്റെ അപ്പ അല്ലാണ്ട് ഞാൻ ഇങ്ങ് വരില്ല. അറിയാതെ കാക്കോത്തി, ടീച്ചർ പറഞ്ഞ പോലീസുകാർ അപ്പയെ വിടും. ഞാൻ വരില്ല. വരാനല്ല പറഞ്ഞത്. വാ. വാ കാക്കോത്തി, വാ. വാ വരാൻ. എന്നാ കാക്കത്തോട് നിക്ക്, ഞാൻ പോയി ടീച്ചറെ വിളിച്ചോണ്ടിരാം. എവിടെയായിരുന്നടാ ഇതുവരെ? ഞാൻ എവിടെയായിരുന്നു ചോദിച്ചത്? കാവില്. എവിടെ നിന്റെ പുസ്തകങ്ങൾ? അതെവിടെന്നാ ചോദിക്കുന്നേ? ടീച്ചർ തന്ന കാശ്. നിന്റെ കാശ് എന്താ വത്സലേത്? അച്ഛനൊന്ന് വെറുതെ ഇരിക്കൂ. നേരവും കാലം നോക്കിയാ രണ്ടാമത് ഇവനെ പഠിക്കാൻ കൊണ്ടാക്കിയത്. സ്കൂളിൽ വെയിറ്റ് ചെയ്യാം.
മുരളി പോണ്ടെന്ന് പറഞ്ഞില്ലേ മുരളി കാക്കോത്തി മുരളി ടീച്ചർ കാക്കോത്തി
ചേച്ചി. വാവാ. ബാവേ.